ദൈവം സഹായഹസ്തം നീട്ടുന്നതെപ്പോൾ? മത്തായി എഴുതിയ സുവിശേഷം 14:22 മുതൽ 33 വരെ. ചിന്തയ്ക്കായിട്ട് 31 വാക്യം. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. ഭിക്ഷാന്തേഹിയായ ഒരു സന്യാസിയെ ഒരിക്കൽ കാണുവാനിടയായി. വിദ്യാസമ്പന്നനായിരുന്നു അദ്ദേഹം. മുഷിഞ്ഞ വേഷം, വിനീതഭാവം. പക്ഷേ അല്പം സംസാരിച്ചപ്പോൾ മാത്രമാണ് വെയിൽ കൊണ്ട് നിറമങ്ങിയ ആ ശരീരത്തിനുള്ളിൽ ആധ്യാത്മികതയുടെ പരിവേഷമണിഞ്ഞ ഒരു ദിവ്യപുരുഷൻ കുടികൊള്ളുന്നുണ്ടെന്നുള്ള മനസ്സിലായത്. ഭിക്ഷയെടുത്താണ് അദ്ദേഹം യാത്ര ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് അപ്പോൾ വേണ്ടത് 1 രൂപ മാത്രമായിരുന്നു. എത്തേണ്ട സ്ഥലത്ത് എത്താൻ 1 രൂപ കൂടി മാത്രം മതി. അവിടെ ചെന്നു കഴിഞ്ഞ് ആഹാരത്തിന് വേണ്ടത് ആരെങ്കിലും കൊടുക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. അന്നന്ന് ആവശ്യത്തിനുള്ളത് മാത്രമേ അദ്ദേഹം ആരോടെങ്കിലും ചോദിക്കൂ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അതിൽ അന്തർഭവിച്ചിരിക്കുന്ന ഫിലോസഫി അദ്ദേഹം പറഞ്ഞു. കയ്യിലൊന്നും ഇല്ലെങ്കിൽ എവിടെയും സുഖമായി കിടന്നുറങ്ങാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നാം മുറുകെ പിടിച്ചിരിക്കുന്ന പലതിൽ നിന്നും പിടിവിടാതെ ഉറക്കം വരികയില്ല. ഒരിക്കൽ കാൽനടയായി ഒരു കാട്ടിൽ കൂടി കാശിക്ക് സമീപമുള്ള ഒരു വനാന്തരത്തിലൂടെ പോവുകയാണ്. പകൽ എരിഞ്ഞടങ്ങാൻ പോവുകയാണ്. രാത്രി 8 മണിക്ക് മുമ്പ് അടുത്ത ഗ്രാമത്തിൽ എത്താമെന്ന് ആരോ പറഞ്ഞു. കൊള്ളക്കാരും വന്യമൃഗങ്ങളും നിറഞ്ഞ കൊടും കാടാണതെന്നോ ആ സമയത്ത് അതുവഴി പോകുന്നത് ആപൽക്കരമാണെന്നോ ആരും പറഞ്ഞില്ല. തികച്ചും വിജനമായ പാത. സന്യാസി നടന്ന് ക്ഷീണിച്ചു. നല്ല നിലാവുണ്ട്. നേരം 9 മണിയായി. മനുഷ്യവാസമുള്ള ഗ്രാമത്തിൽ ഇനിയും എത്തിയിട്ടില്ല. വല്ലാത്ത വിശപ്പ്. ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കാനാവുന്നില്ല. അദ്ദേഹം അല്പമൊന്ന് നിന്നു. പാതവക്കിൽ ഒരു വലിയ പാറ കണ്ടു. അതിനു മുകളിൽ നിരപ്പുള്ള സ്ഥലം കാണും. അവിടെ കിടന്നുറങ്ങാം. നേരം വെളുത്ത ശേഷം യാത്ര തുടരാം. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് പാറയിൽ അള്ളിപ്പിടിച്ച് കയറി. നക്ഷത്ര നിബിഡമായ നീലാകാശത്തേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം നീണ്ടു നിവർന്ന് കിടന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഭീകരമായൊരു ഗർജനം കേട്ടു. അദ്ദേഹം തിരിഞ്ഞു നോക്കി. ഒരു കടുവ ഏതോ ഒരു മൃഗത്തെ കടിച്ചു കീറി ഭക്ഷിക്കുകയാണ്. താനും ആ ക്രൂര ജന്തുവിൻ്റെ അത്താഴമായി തീരുമോ എന്ന ഭയത്താൽ സന്യാസിയുടെ സപ്തനാഡികളും തളർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മറുവശത്തുള്ള ഈറ്റക്കാട്ടിൽ ഒരു കാട്ടാന ഈറ്റ ഒടിച്ച് തിന്നുകയാണ്. അവൻ മനുഷ്യൻ്റെ മണം പിടിച്ച് അതടുത്തു വന്നേക്കാം. കാലകിങ്കരന്മാർ ഇടത്തും വലത്തും ഓങ്ങിപ്പിടിച്ച വാളുമായി നിൽക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. രക്ഷപ്പെടുവാൻ വല്ല പഴുതുമുണ്ടോ എന്ന് നോക്കി. ഒരു രക്ഷയുമില്ല. ഒടുവിൽ മാനുഷികമായ കരങ്ങളിൽ നിന്നും അദ്ദേഹം പിടിവിട്ട് ഈശ്വരൻ്റെ കരങ്ങളിൽ സ്വയം സമർപ്പിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ കാട്ടാനയും കടുവായും അതിൻ്റെ വഴിക്ക് പോയി. ആപത്തുകൾ നമ്മെ വലയം ചെയ്യുമ്പോൾ സ്വയം രക്ഷപ്പെടാൻ വല്ല പഴുതുമുണ്ടോ എന്ന് നാം നോക്കും. മാനുഷികമായ ശക്തി സാധ്യതകളിൽ പിടിമുറുക്കുകയും ചെയ്യും. എന്നാൽ നിസ്സഹായാവസ്ഥയിൽ എത്തുകയേ ഉള്ളൂ. അപ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ മുഖത്തേക്ക് പലരും നോക്കാറുള്ളൂ. എല്ലാറ്റിൽ നിന്നും പിടിവിട്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കുന്നവരുടെ നേരെ അവിടുത്തെ സഹായത്തിൻ്റെ കൈനീട്ടും. ഗലീല കടലിലെ തിരമാലകളുടെ ഉച്ചിയിൽ ചവിട്ടി നടന്നു വരുന്ന ഗുരുനാഥൻ്റെ അടുക്കിലേക്ക് നടന്നു ചെന്ന പത്രോസ് ഒരു നിമിഷം ഗുരുനാഥൻ്റെ മുഖത്തിൽ നിന്ന് നോട്ടം പിഴച്ച് തന്നിലേക്ക് തന്നെ നോക്കി. പെട്ടെന്ന് പത്രോസ് താഴ്വാൻ തുടങ്ങി. അപ്പോൾ യേശു കൈനീട്ടി പത്രോസിനെ പിടിച്ചു. രക്ഷിച്ചതാണല്ലോ ഇന്നത്തെ വേദപായന ഭാഗം. ദൈവത്തിൻ്റെ മുഖത്ത് നിന്ന് നമ്മുടെ നോട്ടം ചിലപ്പോൾ തെന്നും. എന്നാൽ നമ്മെ വിടുവിക്കുവാൻ അല്ലെങ്കിൽ നമ്മെ വിഴുങ്ങുവാൻ ഭാവിക്കുന്ന തിരമാലകളിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവം കൈനീട്ടും. ഓർക്കണമേ, ആത്മവിശ്വാസം നഷ്ടപ്പെട്ടാൽ അധപ്പതനത്തിൻ്റെ വക്കിലെത്തും. മത്തായി എഴുതിയ സുവിശേഷം 28:20. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ എളിയദാസൻ.